വരുന്നത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുക്കേണ്ടത് നിങ്ങളും ഞാനൊക്കെ തന്നെയാണ്. തെരഞ്ഞെടുക്കണോ നന്നായില്ലെങ്കിൽ 5 കൊല്ലം മെമ്പറേയും തെരഞ്ഞ് മെമ്പറെ വരേക്ക് കടന്ന് നിങ്ങളി ഇന്ത്യയൊക്കെ ചെരുപ്പ് തേഞ്ഞോ തേങ്ങാപ്പൂളിന് വെട്ടോണ്ട ചിറിഞ്ഞിറിച്ചി ഫ്ലെക്സുമ്പോ ഇങ്ങനെ നിക്കണോൻക്കല്ല വോട്ട് ചെയ്യേണ്ടത്. ഒരു പൗഡർ കുട്ടപ്പനല്ല നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. ഞമ്മക്ക് വേണ്ടിയത് ജനന സർട്ടിഫിക്കറ്റും മരണ സർട്ടിഫിക്കറ്റും കണ്ടാ തിരിച്ചറിയാനുള്ള കണ്ണിന് തിമിരം ബാധിച്ചാത്ത നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരുത്തിനെയാണ്. അങ്ങനത്തെ നിങ്ങളെ നാട്ടിൽ മത്സരിച്ചെന്ന് വെച്ചാൽ ധൈര്യത്തിൽ വോട്ട് കൊടുക്കി. അല്ലാതെ റാഡോ വാച്ചു ഇന്നോവയുള്ള ആചാര്യ നിർത്തിയാലോ മുട്ടുംകാലിന് വേദനയുള്ള മൂടോത്തും കണ്ടിയിലെ ജാനുവിനെ നിർത്തിയതുകൊണ്ടോ കാര്യമില്ല. എഴുതാനും വായിച്ചാനും അറിയണ ഒരാളെ നിർത്തണം. മനസ്സിനോട് മുണ്ടി പറയണോലാവണം. ലക്കു ലെവലില്ലാത്ത ഏതെങ്കിലും ഒന്നിനെ ജയിപ്പിച്ചു വിട്ടാ നിങ്ങളെ നാട് പോസ്റ്റുമൽ പോസ്റ്റായി നിൽക്കണ എഡിസന്റെ ബൾബ് കത്താത്ത നാടായി മാറും. മഴ വന്നാ ചോർന്നൊളിച്ചിനെ, വെയിൽ വന്നാ തുളച്ചു കയറണേ, കുറെ കൂരള്ളെ അന്തി മയങ്ങാൻ നാട്ടാര് നട്ടം തിരിയണേ ഒരു നാടായി മാറും. കോൺക്രീറ്റ് റോഡ് ഇല്ലാത്ത കക്കൂസില്ലാത്ത പെരള്ളെ, റേഷൻ കാർഡ് ശരിയാക്കാത്തോണ്ട് പെടാപാട് പെടണേ, വേനൽക്കാലത്ത് വെള്ളമില്ലാതെ കഷ്ടപ്പെടണേ, തെങ്ങും തയ്യും വളമൊന്നും പഞ്ചായത്തിൽ വന്നത് അറിയാത്തെ, അത് കൊടുക്കാനുള്ള ഫോം വന്നത് അറിയാത്തെ ഒരു നാടായി നമ്മളെ നാടിനെ മാറ്റാന് ഒരു മെമ്പറും 5 കൊല്ലം മതി എന്നുള്ളത് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നല്ലോണം ഓർത്തോളി. വോട്ട് ചോദിച്ചാൽ നേരത്ത് 32 പല്ലും കാട്ടി ചെറിച്ചൊരു വരവുണ്ട്. കുഞ്ഞാപ്പോ അപ്പോട്ടാ അമ്മച്ചേ ഇങ്ങനൊക്കെ വിളിച്ചി ലെക്സ് പതക്കണ പോലെ നീട്ടിയൊരു പുളിയും വിളിച്ച് ചിലപ്പം പെര മൊത്തം തുടച്ചരും, മുറ്റ അടിച്ചൊരി തരും, വേണമെങ്കിൽ പല്ല് വെച്ച് കുളിപ്പിച്ചരും ചോദിച്ചു. അതൊക്കെ നിങ്ങളെ വോട്ട് കിട്ടാനുള്ള ചിലവരെ ട്രിക്കാ. നിങ്ങളെ കട്ടുമ്മല് കിടക്കണ 85 കഴിഞ്ഞ അച്ഛൻ്റെയും അമ്മൻ്റെയും ഒക്കെ വോട്ട് വരെ തെരഞ്ഞെടുപ്പിന്റെ അന്ന് വണ്ടിയായിട്ട് വന്ന് താങ്ങി പിടിച്ചു കൊണ്ടുപോയി വിരലുമ്മല് മസിയും പുരട്ടി വിട്ട് തെരഞ്ഞെടുപ്പിന് ആ സ്ഥാനാർത്ഥി ജയിച്ചു കൂടി ചെയ്ത വോട്ട് ചോദിച്ചു വന്ന വൈക്ക് പിന്നെ മെമ്പറായ ഓളെ കാണൂല. വോട്ട് ചെയ്ത വോട്ടർമാര് പിന്നെ മെമ്പറെ തേടി അങ്ങോട്ട് പോണം. കാര്യം കഴിഞ്ഞാൽ വോട്ട് ചെയ്ത മനുഷ്യന്മാർക്ക് ഒരു ചായപ്പൊടിന്റെ വില പോലും ഉണ്ടാവൂല. മെമ്പറെ ലൈറ്റ് കത്തണില്ല, എന്റെ വില ചോർന്ന് വെച്ചിരുന്നു മെമ്പറെ. മെമ്പർ എന്റെ കക്കൂസിന്റെ കാര്യം എന്തായി? റോട്ടുമല മണ്ണില് വണ്ടി പൂളാണ് മെമ്പറെ. തെങ്ങുണ്ടായി കൊടുക്കാനുള്ള വളം കിട്ടിയില്ല മെമ്പറെ. വേനൽക്കാലായോ ഞങ്ങൾക്ക് കുടിച്ചാൻ വെള്ളമില്ല, കരണ്ടില്ല, റോട്ടിൽ മൊത്തം പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ടാണ്. രാത്രി ഇവിടെ കഞ്ചാവും കള്ളും കുടിച്ച് നായാട്ടാണ്. പെരക്ക് നമ്പർ കിട്ടിയില്ല, വയ്യച്ഛന്റെ പെൻഷൻ ശരിയായില്ല, റേഷനറി നേരത്തിന് കിട്ടണില്ല, ആധാർ കാർഡ് ഇല്ല, നികുതി അടക്കാൻ ഞാൻ നേരം വൈകോ, അതിനിപ്പോ ഫൈനായിട്ട് തോനെ പൈസ ഇടുവോ? ഇങ്ങനെ മനുഷ്യന്റെ ആവശ്യങ്ങളും ചോദ്യങ്ങളും ചോദിച്ചറിയാനും അതൊക്കെ നേരിട്ടറിയാനും അതിന് ഉത്തരം തരാനും ഞമ്മക്കൊരു മെമ്പർ വേണം. അത് നിങ്ങളെ പഞ്ചായത്തിലും വാർഡിലും വികസനം കൊണ്ടുവരാൻ കെൽപ്പുള്ളേ, ഫണ്ട് പാസ്സാക്കി കൊണ്ടുവരാൻ കെൽപ്പുള്ളേ ഒരു മെമ്പർ ആവണം. വോട്ടിന്റെ മുന്നേ വാക്ക് പറഞ്ഞു വന്ന് പിന്നെ അത് കീറച്ചാക്ക് പോലെ ആക്കണ മെമ്പർമാർക്കല്ല വോട്ട് കൊടുക്കേണ്ടത്. അങ്ങനത്തെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ മെമ്പർമാരാക്കരുത്. നമ്മളെ നാടിന്റെ അവസ്ഥ നോക്കി വികസനം കൊണ്ടെന്ന് പറയല്ലാതെ എന്ത് തേങ്ങയാണ് ഇവിടെ കൊണ്ടുവന്നത്? മര്യാദക്കൊരു വിത്തോ തയ്യോ വളോ കോയോ പെൻഷനോ എന്തെങ്കിലുമൊക്കെ ഞമ്മക്കാർക്കും കിട്ടുന്നുണ്ടോ? അതിൻ്റെ ഒക്കെ ഫോം പഞ്ചായത്തിൽ വന്നിരുന്ന് നമ്മളാരെങ്കിലും അറിയണ്ടോ? എന്നാ ഇവിടുന്ന് നിങ്ങളെ വോട്ടും വാങ്ങി മൂടും തട്ടിപ്പോയ മെമ്പർ ഇങ്ങോട്ട് പറയേണ്ടതൊക്കെ ഇല്ലല്ലേ? അതെങ്ങനെ? വോട്ടും വാങ്ങി അന്ന് പോയ പോക്കല്ലേ, പിന്നെ ഈ വൈക്ക് മൂപ്പര് വന്നിനോ? ഇല്ലല്ലേ? എന്നാ നിങ്ങൾ മെമ്പറെ ഒപ്പ് കിട്ടാനും ഫോം വാങ്ങാനും കാര്യങ്ങൾ പറയാനും ഓരോരോ ആവശ്യത്തിന് പഞ്ചായത്തുക്കും വില്ലേജുക്കും മെമ്പറോടുക്കും നടന്ന് എത്ര ചെരുപ്പ് തേഞ്ഞി. എന്നിട്ടും ഞാൻ ശരിയാക്കി തരാന്നുള്ള മെമ്പറെ തേഞ്ഞ വർത്താനം കേൾക്കല്ലാതെ എന്തെങ്കിലും ഒന്ന് ശരിയാക്കി തന്നണോ? ഞങ്ങളും ചിന്തിച്ചോക്കി. മെമ്പറെ പെരന്റെ മുറ്റം കട്ടട്ടില്ലേ? മൂപ്പര പാർട്ടിക്കാരോർക്കും കുടുംബക്കാരോർക്കൊക്കെ ഉള്ള റോഡ് നന്നാക്കി, തോട് നന്നാക്കി, കുളം നന്നാക്കി, പോസ്റ്റ്മന് ലൈറ്റ് വെച്ചുകൊടുത്ത്, എല്ലാ ഫോമും നേരത്തിന് എത്തിച്ചുകൊടുത്ത്, കുടുംബവും പാർട്ടിയും നന്നാക്കി. സാധാരണക്കാർക്ക് ഒന്നും കൊടുക്കാതെ പൊട്ടന്മാരാക്കി. എന്നാൽ സാധാരണക്കാരെ വോട്ട് വാങ്ങിയിട്ടാണ് മൂപ്പര് ജയിച്ചത്. ഇങ്ങനത്തെ ഒരു മെമ്പർ അല്ല നമ്മളെ നാടിന് വേണ്ടിയത്. ഇരുട്ടത്ത് തപ്പിത്തടയാത്തൊരു പഞ്ചായത്താവണം, ഇരുട്ടത്ത് തപ്പിത്തടയാത്തൊരു വാർഡാവണം. വെളിച്ചം വരണം, വെള്ളം വേണം, നല്ല റോഡ് വേണം, കോൺക്രീറ്റ് ഇട്ട പെരകൾ വേണം, കക്കൂസ് വേണം, തോടും കുളവും നന്നാക്കണം, മനസമാധാനം വേണം, കള്ളും കഞ്ചാവും ഇല്ലാതെ സമാധാനത്തിൽ കഴിക്കണ നാടാവണം, തമ്മാടികൾ അടിച്ചമർത്തണം, ജനങ്ങൾക്ക് ഉപകാരം വേണം, വികസനം വരണം. അതിന് നിങ്ങൾ അങ്ങോട്ട് തേടി പോണ ഒരു മെമ്പർ അല്ല നിങ്ങൾക്ക് വേണ്ടിയത്. നിങ്ങൾ അങ്ങോട്ട് തേടി വരണേ ഒരു മെമ്പർ വേണം. അങ്ങനത്തെ ആവണം വോട്ട് കൊടുക്കേണ്ടി. ഇനി ചിന്തിച്ചോളി, കഴിഞ്ഞ കൊല്ലം ഇവിടുന്ന് നിങ്ങളെ കൈമല് മഷി പറ്റിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്ത് വിട്ടെ ആ മുതൽ നിങ്ങൾക്ക് എന്തേ ചെയ്തു തന്ന്. എന്നിട്ട് ഇക്കൊല്ലം പോകുമ്പോ ഒന്നോർത്തോളി, ആ മുതലിനാണോ ചെയ്യേണ്ടത്? അതുപോലത്തെ മുതലുകൾക്കാണോ ചെയ്യേണ്ടത്? എന്നാ അജാതി മുതലുകൾക്കല്ല ചെയ്യേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ മാതിരത്തെ നാടിനെയും നാട്ടുകാരെയും പൈസക്കാരെയും പാവപ്പെട്ടവരെയും ഒരുപോലെ കാണണേ നല്ല മനസ്സുള്ള നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള നല്ലവരായ സ്ഥാനാർത്ഥിയൊക്കെ വോട്ട് ചെയ്ത് ഓല മെമ്പർമാരാക്കി. അങ്ങനത്തെ പോലെയാണ് നാടിന് ആവശ്യം. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് നിങ്ങളെ വോട്ട് നിങ്ങളാണ് ചെയ്യണം. കൈമല് മസി അങ്ങോട്ട് പുരട്ടണം, സംഗതി ഉസാറാക്കി.
നമ്മളെ വോട്ട് ആർക്കാ ചെയ്യേണ്ടതെന്നുള്ളതിലാണ്. ഒന്നുമില്ലെങ്കിൽ നോട്ടക്കൊരു കുത്തു കുത്തിയിട്ടെങ്കിലും വോട്ട് വിനിയോഗിക്കണം. സംഗതി ഉസാറാക്കി. അപ്പോ അടി സക്കെ.